അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഗെയിമിംഗ് ചാനൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗെയിമിൻ്റെ പേര് പബ്ജി എന്നാണ്. കഴിഞ്ഞ ഗെയിമിന് നമ്മൾ ഏതാ കളിച്ചത്? നമ്മൾ ഫ്രീ ഫയർ കളിച്ചത്. അത് കഴിഞ്ഞ് കുറേ നാൾ ഞാൻ വീഡിയോ ഇട്ടില്ല, കുറച്ച് തിരക്കായി പോയി. അങ്ങനെ നമ്മൾ വീണ്ടും ഗെയിമിംഗ് ചാനലിലോട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കളിക്കുന്നത് പബ്ജിയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ആദ്യം തന്നെ കളിക്കാൻ പോണത് വാർ ഹൗസിൽ കയറി ടീം ഡെത്ത് മാച്ച് കളിക്കാനാണ് പോകുന്നത്. അങ്ങനെ മാച്ച് തുടങ്ങാൻ പോവുകയാണ്. ഇതിൽ ജയിക്കോ ഇല്ലോ എന്ന് നമുക്ക് കണ്ട് അറിയാം സുഹൃത്തുക്കളെ, ജയിക്കോ ഇല്ലയോ എന്ന്. This is a simulation game set in a virtual world and does not represent real life. Please play in moderation, take frequent breaks, and play responsibly. അങ്ങനെ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 9 സെക്കൻഡ് കൂടി ഉണ്ട് തുടങ്ങാം ഗൈസ്. അതുവരെ നമുക്ക് ഇവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കാം. എല്ലാം ചെക്കിങ്, ഹാങ്ങോ കാര്യങ്ങളോ ഗ്ലിച്ചൊന്നുമില്ല. ഓക്കെ, അങ്ങനെ മാച്ച് തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഇവിടെ പോയി ഇങ്ങനെ വിളിച്ച് നിൽക്കാം. അപ്പം നമുക്ക് സുഖമായിട്ട് ആൾക്കാർ ഇങ്ങനെ കാണാൻ പറ്റും. ആദ്യത്തെ ആൾ തന്നെ കിട്ടി. കൊണ്ടില്ല, കുറച്ചും കൂടി എടുത്ത് പോയി നോക്കാം. അവനിവിടെ എവിടെയെങ്കിലും വിളിച്ചിട്ടുണ്ടാവേണ്ടതാണ്. നമുക്ക് ഇവിടെ ആയിട്ട് നിൽക്കാം, അപ്പോൾ കറക്റ്റ് കിട്ടും. ഗൈസ്, അതും പോയി. നമുക്ക് കിട്ടി. അവൻ്റെ അവൾ വിളിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് ഇങ്ങനെ തട്ടാം. ഓക്കെ, പ്ലാനിങ് പോലെ നടന്നിരിക്കുന്നു. നമ്മളവനെ തട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി ഇവിടെ ആരെയും കാണുന്നില്ല. നമുക്കിനി ഇവിടെ നിന്ന് പോകാം. അങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് ഒരുത്തനെ കണ്ടിട്ടുണ്ട്. കിട്ടി. യെസ് ഗൈസ്, അടിച്ചിട്ട് തീർന്ന് കണ്ടെടുത്തു. ഗൈസ് കിട്ടി. അങ്ങനെ ഗൈസ് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ നമുക്ക് നോക്കാം. കയറി ഗൈസ് എണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഹൗസിൽ അവരുടെ കയറി നോക്കാം. കിട്ടി. അടിച്ചടിച്ചോ ഗൈസ്. ഇപ്പം തന്നെ തീർന്ന്. അപ്പോൾ ഏതോന്ന് എനിക്ക് പോകുന്നു. അങ്ങനെ ഗൈസ് നമുക്ക് പ്രാവശ്യം കൂടി നോക്കാം. ഇവിടെ നിന്ന് ആരും കാണുന്നില്ലല്ലോ. സുഹൃത്തുക്കളെ, ഇവിടെ നമുക്ക് പ്രാവശ്യം കൂടി നോക്കാം. ഇവിടെ ആരെങ്കിലും കണ്ടാൽ അടിച്ചിടാം. ഇവിടെ നിന്നും ആരെയും കാണുന്നില്ല ഗൈസ്. എല്ലാവരും പോയോ ഗൈസ്? കളിക്കണം. ഗൈസ് ഒരുത്തനെ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് പോകാം നമുക്ക്. ഇവിടെ കണ്ടാവും ഗൈസ്. ബാക്കിൽ നിന്ന് പണിപ്പാളി ഗൈസ്. തീരുമാനം. ഒരുത്തൻ മേലെ കിടന്നടിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് അതിൻ്റെ കാര്യം തീരുമാനമാക്കണം, അല്ലെങ്കിൽ അവൻ പണിപ്പാളിക്കും. ഒരുത്തൻ അവിടെ നിന്ന് അടിക്കുന്നുണ്ട് അറ്റത്തുനിന്ന്. നമുക്ക് അടുത്തോട്ട് പോകാം. നമുക്ക് കാണാൻ പറ്റുന്നത് ക്ലിയറായി ഗൈസ്. ഇപ്പോഴും ഒരുത്തനാണ് മേലെ കിടന്നടിക്കുന്നുണ്ട്. അതിനെ തീർത്തിട്ടുണ്ട് ഗൈസ്. അടുത്തനും കൂടി പോകുന്നുണ്ട്. അവനെ കൂടെ നമുക്ക് തീർക്കാം. തീർത്തു. ഇനി നമുക്ക് അടുത്തത് മേലെ കിടക്കണവനെ കിട്ടാനാണ് പാട് ഗൈസ്. അവൻ്റെ നല്ല കൂടി തോക്കണമെന്നാ തോന്നുന്നത്. കിട്ടണില്ല ഗൈസ്. തീരുമാനമാക്കി. നമ്മൾ തീരുമാനമാക്കി. വാവ്. നമുക്കങ്ങനെ കുറച്ചും കൂടി പ്രാവശ്യം കൂടി നോക്കാം അവനെ തീർക്കാൻ. അവനെവിടെ പോയി? അവനെ കാണുന്നില്ല ഗൈസ്. അവനവിടെ നിന്ന് പോയി. നമുക്കും സ്നൈപ്പ് എടുക്കാം ഗൈസ്. ഇപ്പം ആരും കാണുന്നില്ല. ഞാനെല്ലാം തോക്കെടുത്ത് വരുന്നതിപ്പോൾ അവിടെ ആരെയും കാണില്ല. സ്വാഭാവികം ഗൈസ്. ഒരുത്തിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അവനെ തീരുമാനമാക്കിയിട്ടുണ്ട്. നമ്മൾ 7 കിൽസ് ആയിട്ടുള്ളൂ ഗൈസ്. ഒരുത്തിന് നമ്മൾ ഓടിപ്പോകുന്നുണ്ട്. അവനെ കൂടി നമുക്ക് തോക്കെടുത്ത് വെക്കണമെങ്കിൽ നമ്മൾ തീർത്തു. നമുക്ക് പ്രാവശ്യം കൂടി പോയി നോക്കാം. ഇവിടെ ഇപ്പം ആരെയും കാണുന്നില്ല സുഹൃത്തുക്കളെ. ഗൈസ് ഒരുത്തൻ വരുമ്പോൾ വേറെ ഗൈസ് അടുത്ത കിട്ടിയിട്ടുണ്ട്. അടുത്ത തീർത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് കുറച്ചും കൂടി അടുത്തോട്ട് പോയി നോക്കാം.
ആവേശുരുത്തം വരുന്നുണ്ട്. അവനെ തീർക്കാൻ നോക്കിയിട്ടൊന്നും തീർത്തിട്ടുണ്ട് ഗൈസ് നമ്മളതിനെ. ഇങ്ങനെ നമ്മൾ അടുത്തൊരാൾ അങ്ങോട്ട് പോകണം. നമ്മൾ കണ്ട് നമുക്ക് ഇപ്പുറത്തെ വഴിക്കൂടെ പോയി അവൻ തീരുമാനമാക്കാം. ഇവനിവിടെ അതേ പോണ ഗൈസ്. അവനപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. നമുക്ക് 2 പേര് പോയിട്ടുണ്ട്. നമ്മൾ ഒരാളായി പോയാൽ അവിടെ അടിച്ചിടുന്നതാണ് അവൻ. നമ്മൾ അവനെ തീരുമാനമാക്കിയിട്ടുണ്ട്. ഒരുത്തനും കൂടി നമ്മൾ തീരുമാനമാക്കാൻ പോയതാ. പക്ഷെ അവന് ബാക്കിൽ നിന്ന് ഒരുത്തനും വേറെ ആൾക്കാർ കൊള്ളാം. ഇതൊക്കെ എവിടെ നിന്നാണോ കയറുക. അങ്ങനെ ഗൈസ് നമ്മൾ അത് കിട്ടിയിട്ടുണ്ടാവന നമ്മൾ നേരത്തെ അടിച്ചിട്ട് അവർ കിട്ടിയതാണ്. ഓക്കെ ഒരുത്തനെ തീരുമാനമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആളെയും കൂടി നോക്കണം. കിട്ടുക. ഈ ബോംബിട്ട് നമ്മളെ കൊന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളിപ്പോൾ അടുത്ത ആളെന്താ പൊയ്ക്കൊണ്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തനെ കണ്ടിട്ടുണ്ട് നമ്മൾ. അവൻ്റെ കാര്യം നമ്മൾ തീരുമാനമാക്കാൻ പോവുകയാണ്. ആയില്ലയോ, തീർന്നില്ല കേസ്. അവൻ റീലോഡ് വന്നു. നമ്മൾ പ്രാവശ്യം കൂടി പോയി നോക്കുകയാണ് അങ്ങോട്ട്. കേസ് ഇവിടെ നിന്നൊക്കെ വടി വരുന്നുണ്ട്. ഇടിച്ചിട്ടോ മാൻ. അവൻ പെട്ടെന്ന് കയറി നടിച്ചു കേസ്. കുഴപ്പമില്ല, നമ്മളാണ് ഇപ്പോൾ ലീഡിൽ 34-30 സ്കോറിൽ. നമുക്ക് 34, അവർക്കാകെ 30 35 ഒരുത്തൻ്റെ കിടന്നും വലന്നൊക്കെ പോകുന്നുണ്ട്. അവനെ തീരുമാനമാക്കാം. ഓക്കെ തീരുമാനമാക്കിയിട്ടുണ്ട്. വാടാ ഒരുത്തൻ വരുന്നുണ്ട് കേസ്. ഒരുത്തൻ വരുന്നുണ്ട്. ഓക്കെ അതിൻ്റെ കാര്യം ഞാൻ തീരുമാനമാക്കി. ഒരുത്തൻ അവിടെ ദൂരെ നടിച്ചു തന്നുണ്ട്. ഞാൻ കണ്ടിടം പിന്നെ ഞാൻ തീർക്കൂടാ. തീരുന്നില്ല കേസ്. ജസ്റ്റ് കേസ് അവൻ തീരുമാനമാക്കി നമ്മളെ. അതിന് 38 സ്കോറിലാണ് ഇപ്പോൾ തന്നെ നമ്മളേക്ക്. 2 കില്ലും 2 കില്ലും കൂടി മതി ഗൈസ് നമുക്ക്. ഓക്കെ 200 കൂടി മതി നമുക്ക് ജയിക്കാനായിട്ട്. 39-36 ഗൈസ്. അങ്ങനെ നമ്മൾ ഷിറ്റ് 3 പേരുണ്ട് ഗൈസ്. ഓക്കെ അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ് ഗൈസ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഞാനാണ് അടിച്ചത് ഗൈസ്. 15. ബാക്കിയുള്ളവരൊക്കെ കുറവാണെന്നാണ് തോന്നുന്നത് എന്നെക്കാട്ടും കില്ലേഴ്സ്. അത് തന്നെ ഗൈസ്. എനിക്കാണ് ഏറ്റവും 15-14-5 സ്കോർ ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ചെറിയൊരു ഷോർട്ട് ഗെയിമിംഗ് വീഡിയോ ആയിരുന്നു. ഇന്നത്തെ ഒരു ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ.